കുത്തുബിയത്ത് എന്ന് പറയുന്ന ഒരു കാര്യം പ്രത്യേകം നേർച്ചയാക്കാറുണ്ട്. കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ മുഹീദ്ദീൻ ഷെയ്ഖാണ് കുത്തുബ് എന്നാണ് വിശ്വസിക്കുന്നത്, ലോകത്ത് നിയന്ത്രിക്കുന്നത്. ഇന്ന് മടവൂരാണ് ഇപ്പം നിയന്ത്രിക്കുന്നത്, അന്ന് മൂപ്പരായിരുന്നു. അപ്പൊ ആ കുത്തുബിനെ കുറിച്ചുള്ള മദ്ഹ് കാവ്യങ്ങൾക്കാണ് കുത്തുബിയത്ത് എന്ന് പറയാ. അത് ചൊല്ലി അതിന്റെ നിയമം തന്നെ എന്താണ്? 1000 വട്ടം മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുകയാണ്. യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മുസ്ലിയാക്കന്മാരൊക്കെ കൂടി തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അവർ വിളക്കണച്ച് ഇത് വിളിച്ചു കൂവും. യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ജദുബക്കളകും ഇത് വിളിക്കുമ്പോൾ. ജദുബളക എന്നിട്ടൊരു സംഗതി ഉണ്ട്, അതിങ്ങോട്ട് ദേഷ്യം പിടിച്ചിട്ടൊക്കെ വിളിക്കും. ഇവിടെ അങ്ങോട്ട് ഹാജറാവിന്നൊക്കെയാണ് പറയും മുഹയ്യിദ്ദീൻ ഷെയ്ഖിനോട്. അപ്പൊ ഹാജറാകും, ഷെയ്ഖ് അവിടെ വരും എന്നാണ്. അങ്ങനെ ഷെയ്ഖ് കണ്ട് വരികയാണ് ബഗ്ദാദിൽ നിന്ന്. ഉപരിപടൻ വന്ന് എന്താ എന്തിനാന്നെ വിളിച്ചതെന്നാണ് നമ്മൾ കാര്യമാണ് പറയലാണ്. അപ്പാണ് നേടിക്കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങളെന്ന് പറയുന്നവരുടെ വിശ്വാസമാണ് സുഹൃത്തുക്കളെ. അപ്പോഴാ നമുക്ക് സങ്കടവും നമ്മുടെ വിഷമവും അധികരിക്കുക. ഇത് വേറെ ആരുടെയും കഥയല്ല പറയുന്നത്, അതിൽ അവകാശപ്പെടുന്നത് അതാണ്. ഇവിടെ അള്ളാഹ് പറയുന്നു, പ്രയാസപ്പെടുന്നവന്റെ വിളിക്ക് ഞാൻ ഉത്തരം കൊടുക്കുന്ന വേറെ ആരും ഇല്ലാന്നാ പറയണത്. അവരവകാശപ്പെടുന്നു. ആരെങ്കിലും എന്റെ പേര് വിളിച്ചാൽ, ഷെയ്ഖ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരതിൽ ചൊല്ലുകയാണ്, അൽഫൻ ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിഗഫവതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹയ്യിദ്ദീൻ. ഇതാണ് അതിൽ അവർ അവകാശപ്പെടുന്നത്. ആരെങ്കിലും എൻ്റെ പേര് 1000 തവണ വിളിച്ചാൽ, എങ്ങനെ വിളിക്കണം? ഉറക്കം തൂങ്ങാതെ വിളിക്കണം, ബുദ്ധി നല്ലോണം ഇങ്ങോട്ട് ശ്രദ്ധ കൊടുത്ത് വിളിക്കണം. അതാ സർമൽ ലിഗഫവതിഹി എന്നൊക്കെ പറയുന്നത്. നല്ല മനസാന്നിധ്യത്തോടെ വിളിക്കണം. എന്താ വിളിക്കേണ്ടത്? യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ, ശരണം ശരണം മൊയ്തീനേ എന്നാണ് ആ വിളിക്കുന്നതിന്റെ അർത്ഥം. മറ്റൊരു സ്വാമിയെ ശരണം എന്നറിയില്ലേ, അയ്യപ്പ ശരണം എന്നറിയില്ലേ, ഇത് മുഹയ്യിദ്ദീൻ ശരണം. അതാണ് ഗൗസ് എന്ന് പറഞ്ഞാൽ ശരണം. മലയാളത്തിലെ അതിന്റെ അർത്ഥം അതാണ്. യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഓരോരുത്തരും 1000 വട്ടം വിളിക്കണം. എങ്ങനെ? ഒറ്റയ്ക്കിരുന്ന് വിളിക്കണം എന്നാണ്, ഖൽവത്തിൽ വിളിക്കണം. അല്ലെങ്കിലേ മായമാണ്, മായത്തിലും മായം. ഓരോരുത്തരും ഒറ്റയ്ക്കിരുന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ ഒറ്റ മോലേരി അതിന് കിട്ടൂല, 1000 വട്ടം വിളിക്കണ്ടേ. അപ്പൊ അവര് ഒരു പരിപാടിയിലും വന്ന മോലേന്മാർക്ക് ഇതാണ് വീതിക്കലാണ്, വിഹിതം വെക്കും. 10 ആള് വന്നാല് പിന്നെ എത്ര വിളിച്ചായി? 100 വട്ടം വിളിച്ചാൽ മതിയല്ലോ. എണ്ണം കൂടിയാലോ? അപ്പൊ അത്രയും കുറഞ്ഞു. അപ്പൊ 1000 വട്ടായി. ഇനിയിപ്പോ ഒറ്റക്കാവണല്ലോ. ഓരോരുത്തരും ഞാൻ ഒറ്റക്കാന്ന് സങ്കല്പിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ആൻഡ് ഓഫ് ആക്കും. അപ്പൊ വിളക്കാണ്ട് ഊതും. അങ്ങനെയാണ് ഈ വിളക്കൂതൽ വന്നത്. എന്നിട്ട് ഒരു പ്രത്യേകമായ ഒരു, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ 90% ആൾക്കും ഇത് അറിയണ്ടാവില്ല. എനിക്കിത് നന്നായിട്ട് അറിയാം. അപ്പൊ ഇതിൻ്റെ ഒരു പലകയിൽ ഒരു അരിപ്പൊടി വെതറും ഈ സദസ്സിൽ. അതിനൊരു മുക്കാലി എന്നാ അതിന് പറയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പണ്ട് പെണ്ണുങ്ങളൊക്കെ പത്തിരി പരത്താൻ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു പലകയാണ് അത്, ആ മുക്കാലി റൗണ്ടിൽ. അതിലിങ്ങനെ പൊടി വെതറും. പൊടി വെതറിയിട്ട് വിളക്കണച്ചിട്ട് നടുവിൽ ഇത് വെക്കും. എന്നിട്ട് വിളക്ക് കത്തിക്കുന്ന 1000 വേണം വിളിച്ചു കഴിഞ്ഞതിന് ശേഷം വിളക്ക് കത്തിക്കുമ്പോൾ അതിലൊരു കാൽപാദം കാണും. മൊയ്തീൻ ഷെയ്ഖ് ഇറങ്ങിയ കാൽപാദമാണ്. അങ്ങനെയാണിത് ഇറങ്ങിയില്ലോ നോക്കല്. എന്തായാലും ഇറങ്ങിയിരിക്കും. കാരണം ഏതെങ്കിലും ഒരു ഹമുക്ക് അതിൽ ചവിട്ടും, അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വാസം പോലെ. ആ വിധത്തിലാണ് നമ്മുടെ നാട്ടിലൊരു നിലനിന്ന്. ഇപ്പൊ പലയിൽ പൊടി വിതറുന്ന സമ്പ്രദായം നിന്നു എന്നാണ് കേൾക്കുന്നത്. അതുണ്ടോ അല്ലാഹു ആലം. പിന്നെ ശർക്കര, കുരുമുളക് ഇതൊക്കെ പൊടിച്ചത് അവിടെ ഒന്നായിട്ട് കൊടുന്നു വെച്ചിട്ടുണ്ടാവും. കാരണം ഇത് ശബ്ദമൊക്കെ പോവുകയും ഇതിങ്ങനെ ഇടക്ക് വാരിത്തുന്ന വിദേശികനെ അങ്ങനെ വിളിക്കണം, അല്ലെ മുപ്പരണ്ട് വരുള്ളൂ. ബഗ്ദാദിൽ നിന്ന് വന്നിട്ടുണ്ടേ, അതിനങ്ങോട്ട് 1000 വട്ടമാണ് വിളിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തൊരു കഷ്ടം. ഇതന്ന് നമ്മുടെ നാട്ടിൽ ഇന്നും നടക്കുന്നു, കുത്തുബിയത്ത് എന്ന് പറയുന്ന സംഭവം. ഇതിലൊക്കെ നടക്കുന്നത് മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിക്കണം. എന്നിട്ട് അവസാനം ഒരു പറച്ചിലുണ്ട്, യാ സയ്യിദ് ഹുദുർനി യാ മുഹയ്യിദ്ദീൻ. അപ്പള വിളക്ക് കത്തിക്കുക. ഞങ്ങളുടെ നേതാവായ ഷെയ്ഖേ ഇവിടെ ഹാജരാകൂ. അതാണ് ഇവർ സ്റ്റേജും വന്ന് മറ്റേ റാത്തീബ് കണ്ടിട്ടില്ലേ, ഷെയ്ഖേ കണ്ടിട്ടില്ലേ? അതിലിങ്ങനെ പാടുക തന്നെ, പാടി 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 കൊണ്ട് വരുത്തലാണ്.
ഈ ഹിന്ദുക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ ഉണ്ട് ഇത് വിളിച്ചിട്ടൊരു ദൈവങ്ങളെ വരുത്തൽ. അതേമാതിരി ഇവർക്കും ഈ വരുത്തലാണ്. ഇവർ കൊട്ടിപ്പാടി ദൈവങ്ങളെ വിളിച്ചു വരുത്തും. അല്ലെങ്കിൽ ഇളകി തുള്ളലാണ്, ശൈത്താനാണ് വരുന്നത് മുഴുവൻ. അങ്ങനെ ഇളകി ചാളി ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ പിന്നെ ഷെയ്ഖ് അതിങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ അതിനിടക്ക് ഈ ചെണ്ട, മറ്റൊരു ചെണ്ട മുട്ടും ഇവർ ദപ്പ് മുട്ടും. അങ്ങനെ മുട്ടുമ്പോൾ ഈ സമൂഹത്തിലേക്ക് ഇങ്ങോട്ട് ശിർക്കിൻ്റെ ഏറ്റവും വലിയ പ്രചാരത്തിലേക്ക് നമ്മുടെ സമൂഹം പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാനെ ധിക്കരിക്കുന്ന പ്രവൃത്തിയാണ് ഈ ചെയ്യുന്നത്. ഇതാണ് ഒരു കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവര് ഹാലിറു ഹാലിറു, ഞങ്ങളുടെ മജ്ലിസിൽ ഹാലിറു എന്നാണ് പറയുന്നത്. ഹാദറാകിൻ, അംബിയ കുല്ലും ഹാലിറു, ഔലിയ കുല്ലും ഹാലിറു. അമ്പിയാക്കന്മാരെ വിളിച്ചു വരുത്തുന്നു, ഔലിയാക്കന്മാരെ വിളിച്ചു വരുത്തുന്നു, എല്ലാവരും അവിടെ ഹാജരാകുന്നതാണ്. ഇതൊക്കെ വിശ്വസിക്കുന്നവനും പേര് അവനും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണല്ലോ, അവനാണത്ര യഥാർത്ഥ സുന്നി. അതൊന്നും പാടില്ല ജനങ്ങളെ, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അവൻ പിഴച്ചവൻ. അവനോട് മിണ്ടരുത്, സലാം പറയരുത്, അവൻ്റെ മയ്യത്തസ്കരിക്കരുത്, അവന് മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്, രോഗിയായ സന്ദർശിക്കാൻ പോകരുത്, അവൻ്റെ ജനാസ സന്ദർശിക്കരുത്. കാര്യം നിസ്സാരാണോ? എത്ര ഗൗരവമാണ് ഇതാ. അപ്പൊ ഇത് പറയാൻ കാരണം എന്താ അറിയോ? അള്ളാന്റെ ചോദ്യത്തിനാണ് ഈ വെല്ലുവിളിയാണ് ഇവര് മറുപടി അറിയണത്. അമ്മയുജീബുൽ മുദ്തറ ഇദാ ദആ, വിളിച്ചാൽ വിളിപ്പുറത്ത് പ്രയാസപ്പെടുന്നവനങ്ങ് വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം കൊടുക്കുന്നവൻ ആരുണ്ടടോ? അള്ളാന്റെ വെല്ലുവിളിയാണ്. ഒരൊറ്റ ആൾക്കും പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കാൻ കഴിയൂല, അത് അള്ളാഹ്ക്കേ പറ്റുള്ളൂ.